Flowers Academy of Dance, Music and Knowledge. Dr. Draupadi, Bharatanatyam, Francis Xavier, Violin, Kavalam Srikumar, Carnatic Vocal. പഠനം flowersacademy.in എന്ന വെബ്സൈറ്റിലൂടെ മാത്രം. ടോപ്പ് സിംഗറിൻ്റെ സെമി ഫൈനൽ ഇതാ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ കർട്ടൻ തിരശ്ശീല ഉയരുകയാണ്. സംഗീത സാന്ദ്രമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങളും ചേരുക. ധീരതയോടെ നയിച്ചോളാം. പൊൻപടിയിൽ ആട് ആട് ആടാട്, ആലിലയിൽ പള്ളി കൊള്ളും ആരോമരും നീ ആടാട്. എനിക്ക് മട്ടൻ കറി വലിയ ഇഷ്ടമാണോ? ഇല്ല. അല്ല, നീ ഇപ്പൊ പറഞ്ഞത് നിനക്ക് മട്ടൻ വേണമെന്നാണ് നീ ഇപ്പൊ ഈ പാട്ടിലൂടെ കുറെ നേരം പറഞ്ഞോണ്ടിരിക്കുന്നത്. ആട് 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 ആട്. നന്നായിട്ട് പാടിടാ, നന്നായിട്ട് പാടി. താങ്ക് യു സർ. യു ആർ എ ഫാന്റാസ്റ്റിക് ആർട്ടിസ്റ്റ്. പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഒരു ഉള്ളിൽ നല്ല ജ്ഞാനമുണ്ട്. നിന്റെ ജ്ഞാനം അത് രക്തത്തിൽ കലർന്നതാണ്, അത് ഈശ്വരൻ തന്നിരിക്കുന്നതാണ്. വേഴാമ്പൽ കേഴും വേനൽ കൂടീരം നീ, ഏകാകിനി നിന്നോർമകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി. വേഴാമ്പൽ കേഴും വേനൽ കൂടീരം നീ. ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ട് നന്നായിട്ട് പാടി എനിക്ക് തോന്നണില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചേട്ടാ, ഇവന് വല്ല ആവശ്യമുണ്ടോ ഇങ്ങനെ പാടാൻ? ഇതെന്താ ഇഞ്ചിയപ്പ? അങ്ങനെ എന്തോ പറയുന്നു. ഇഞ്ചിയമ്മ നിന്റെ തൊണ്ടയ്ക്കകത്ത് മാത്രം ഇരിപ്പുണ്ട്. രാവിലെ മാക്രി നമ്മള് എന്താ അല്ല, അങ്ങനെ തന്നെ ആ സർപ്രൈസ് അങ്ങ് പൊട്ടിച്ചേര്. ഒരു സർപ്രൈസ് ഉണ്ട്. ഒരു സർപ്രൈസ്. തിങ്കൾ മുഖിയെ പോലെ ഇല്ലേ എന്റെ കണ്ണൻ? ഇല്ലേടാ? മൈ തത്തക്കുട്ടി ഈസ് ഗോയിങ് ടു റോക്ക് അഗൈൻ. നമ്മുടെ വൈഷ്ണവ കുട്ടിയുടെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശബ്ദം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് കിചാന്ന് നിൽക്കും, കിചാങ് കിചാങ് നിൽക്കും. അത്രയ്ക്ക് ഗംഭീര സൗണ്ടാണ്. മനസ്സ് നിറഞ്ഞ സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ. അയ്യോ, ആള് മാറിപ്പോയി. ഈ കഥാപ്രസംഗമൊക്കെ നടത്താൻ വരുന്ന ഒരു കാതികനെ പോലുണ്ട്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടൊരു ഗാനമാണ് ഈ പാട്ട്. ലൈവായിട്ട് ഇതിൻ്റെ ഒറിജിനൽ ആയിട്ട് പാടിയ ആള് പാടി ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഏതാണ്ട് അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു ആലാപനം എനിക്കിന്നിവിടെ ഫീൽ ചെയ്യും. ഒരു 90-95% അദ്ദേഹത്തിൻ്റെ ആ ചെറിയ ആ കുണുക്കുകളും ജാലവിദ്യകളും ഒക്കെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പുതിയൊരു വിളക്ക് മരത്തിന്റെ ഒരു വെളിച്ചം നമ്മുടെ
അതിഥി ചേട്ടന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ, കട്ടൻ മൺവിളക്കുതിയില്ലേ, കൂരിരുൾക്കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. സ്നേഹവേദിയിൽ വാത്സല്യത്തിന്റെ മധുരവുമായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം എം ജി അങ്കിൾ, മധു അങ്കിൾ. മധുര വിരുന്നിൽ താളമേളം ഒരുക്കാൻ നമ്മുടെ സ്വന്തം ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയ്ക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. ഇപ്പൊ നമ്മുടെ ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരുപാട് വെറൈറ്റി പെർഫോമൻസുമായിട്ട് സെമി ഫൈനലിന്റെ ജൈത്രയാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ക്വാർട്ടർ ഫൈനലിലെ നമ്പർ 1 പെർഫോമർ ആരാന്നറിയാനായിട്ട് നമ്മുടെ എല്ലാ ഓഡിയൻസിനും താല്പര്യം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ജഡ്ജസിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ജഡ്ജസ് ഓൺ സ്റ്റേജ്. ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ ആ സ്റ്റേജ് തീർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 1 സെമി ഫൈനലിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ ഡോർ സ്റ്റെപ്പിലാണ്. കഴിഞ്ഞ ക്വാർട്ടർ ഫൈനലിൽ നമ്മൾ ഒരുപാട് ബ്യൂട്ടിഫുൾ പെർഫോമൻസസ് ഉണ്ടായി. നമ്മൾ ഗോൾഡൻ ക്രൗൺ എന്ന് പറയുന്ന പുതിയൊരു ഒരു ഗ്രേഡ് നമ്മൾ നിശ്ചയിച്ചു. ഒരുപാട് കുട്ടികൾക്ക് അത് കിട്ടിയിട്ടുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ നമ്പർ 1 ആരാണെന്നല്ലേ നമുക്ക് എം ജി അണ്ണനോട് ചോദിക്കാം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളുടെയും അല്ലാത്തവരുടെയും എല്ലാ സംഗീത പ്രേമികളുടെയും അനുഗ്രഹം കൊണ്ടാണ് ഈ ഷോ, ഈ പ്രോഗ്രാം ഇത്രയും സക്സസ്ഫുൾ ആയത്. അതതിൻ്റെ സെമി ഫൈനലിലോട്ട് കടക്കുന്നില്ലേ, അതിലേറെ സന്തോഷം. നിങ്ങൾക്ക് 1000 നന്ദി പറയുന്നു. ഈ അവസരത്തിൽ ഞങ്ങളെല്ലാം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കാരണം വേറൊന്നുമല്ല, ക്വാർട്ടർ ഫൈനലിൽ 1ാം സ്ഥാനത്ത് വന്ന കുട്ടി ആരാണ്? നിങ്ങൾക്കും ഒരുപക്ഷെ ആരാണെന്നൊരു ആകാംക്ഷ കാണും. മറ്റാരുമല്ല, നമ്മുടെ മിടുക്കി കുട്ടി തത്തക്കുട്ടിയാണ്. തത്തക്കുട്ടി മനസ്സിലായോ? തത്തക്കുട്ടി ഇല്ല, മനസ്സിലായില്ല. വൈഷ്ണവി. വെൽക്കം വൈഷ്ണവി കുട്ടി ഓൺ സ്റ്റേജ്. ഇനിയിപ്പോൾ എല്ലാവരും സെമി ഫൈനലിലേക്ക് കിടക്കുകയാണ്. വൈഷ്ണവിക്കുട്ടി ക്വാർട്ടർ ഫൈനലിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത ആളാണ്. കൺഗ്രാജുലേഷൻസ്, സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇനി എല്ലാ കുട്ടികളും ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് കൂടുതൽ പരിശ്രമിച്ച് ഇനി വരേണ്ടതാണ്. പ്രാക്ടീസ് ചെയ്തെല്ലാം നന്നായിട്ട് വരണം എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ വൈഷ്ണവി കുട്ടിക്ക് 1ാം സ്ഥാനത്ത് വരാൻ ഉള്ള എല്ലാ ഭാഗ്യവും കിട്ടി. നന്നായിട്ട് പാടിയോണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 22 കുട്ടികൾക്കും ഇനി ഉള്ള 21 കുട്ടികൾക്കും ഇതേ സ്ഥാനത്ത് തന്നെ വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. സ്പെഷ്യൽ പൂക്കുറ്റി വേണ്ടേ?
വേണ്ടേ? അടി ഒരു നമ്പർ 1 പൂക്കുറ്റി. Congratulations, you have come to the first position in the quarter final of Flowers Top Singer Season 1. വൈഷ്ണവി കുട്ടി, കൺഗ്രാറ്റ്സ്. സ്നേഹ സംഗീത വിരുന്നിലെ കുട്ടിപ്പാട്ടുകാരി നമ്മുടെ ദേവിക്കുട്ടി. വെൽക്കം വൈഷ്ണവി കുട്ടി ഓൺ സ്റ്റേജ്. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചീറ്റിയടിച്ചാട്ടെ, മഴ തുള്ളി തൊടിച്ചാട്ടെ, മിന്നലെറിഞ്ഞാട്ടെ. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചീറ്റിയടിച്ചാട്ടെ, മഴ തുള്ളി തൊടിച്ചാട്ടെ, മിന്നലെറിഞ്ഞാട്ടെ. ബേഗി 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 love you baby. I biggie 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 love you baby. അമ്മ ഞാൻ നല്ലോണം പാടുന്നുണ്ടോ? ഹായ്, ഇന്നെൻ്റെ സെമി ഫൈനൽ റൗണ്ടിലെ ഫസ്റ്റ് സോങ് ആണ്. അപ്പം ഞാൻ പോയി അടിച്ചു പൊളിച്ച് തകർത്ത് പാടിയിട്ട് തരാം. ഹായ്. കന്യാസ്, കുമാരീസ്, കുട്ടീസ്, ചക്കുസ്, എന്ത്? പക്കുസ്, ഡക്കുസ്, മുക്കുസ് എന്ത് പറയുന്നു? ഏതാണ് പാട്ട്? ചിലമ്പൊലിക്കാറ്റ്. ആഹാ, അതാണോ ഗുജറാത്തി സ്റ്റൈലിലൊക്കെ വന്നിരിക്കുന്നത്? ചിലമ്പൊല്ലിക്കാറ്റ് ഒന്ന് ചുറ്റിയടിച്ചാട്ടെ. അതിന്റെ അക്ഷരം എന്താണ് പറഞ്ഞത്? എനിക്ക് അതിന്റെ അക്ഷരം ഇതുവരെ മനസ്സിലായിട്ടില്ല. ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചുറ്റിയടിച്ചാട്ടെ. ചുറ്റിയ? അങ്ങനല്ല, ചുറ്റി. ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചുറ്റിയടിച്ചാട്ടെ, മഴ തുള്ളി തൊടിച്ചാട്ടെ, മിന്നലെറിഞ്ഞാട്ടെ. അടിമിന്നൽ എന്താണ്? എരിഞ്ഞാട്ടെ. എരിഞ്ഞാട്ടെ ആണോ? മിന്നലെറിഞ്ഞാട്ടെ അതല്ലേ? അപ്പൊ തകർക്കൂ. ഇഞ്ചി കുഞ്ചു. ഓക്കെ, അപ്പൊ ഇഞ്ചി കുഞ്ചു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Action, music.
love you, baby. Hey, biggie, 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 biggie. I love you, love you, love you, baby. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചുറ്റിയടിച്ചാട്ടെ മഴത്തുള്ളി തുടിച്ചാട്ടെ എടി മിന്നലെറിഞ്ഞാട്ടെ ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചുറ്റിയടിച്ചാട്ടെ മഴത്തുള്ളി തുടിച്ചാട്ടെ എടി മിന്നലെറിഞ്ഞാട്ടെ Biggie, biggie, biggie. I love you, love you, love you, baby. Hey, biggie, 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 biggie. I love you, love you, love you, baby. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചുറ്റിയടിച്ചാട്ടെ മഴത്തുള്ളി തുടിച്ചാട്ടെ എടി മിന്നലെറിഞ്ഞാട്ടെ ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചുറ്റിയടിച്ചാട്ടെ മഴത്തുള്ളി തുടിച്ചാട്ടെ എടി മിന്നലെറിഞ്ഞാട്ടെ മകരം മഞ്ഞാലയാൽ ഉദയം പൂമ്പാറ്റയെ ഗണവിന്റെ നോടിയിൽ തെളിയും മാറ്റങ്ങളെ മുത്തമായി മുത്തം വയ്ക്കും നക്ഷത്രമല്ലേ ഞാൻ Biggie, 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 biggie. I love you, love you, love you, baby. Hey, biggie, 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 biggie. I love you, love you, love you, baby. Super! കാലക്കി ഓടിയ അവിടെ പോയി നിൽക്കടാ. ചേട്ടാ ഇവന് വല്ല ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെ പാടാൻ? എന്തോ പാടിയേ എന്തോടെ പാടിയേ ഓ ഇതെന്താ ഇഞ്ചിയപ്പ അങ്ങനെ എന്തോ പറയുന്നു ഇഞ്ചിയമ്മ ഇഞ്ചിയപ്പന എന്തോ അപ്പന ഇഞ്ചിയപ്പ ഇഞ്ചി നിന്റെ തൊണ്ടയ്ക്കകത്ത് മാക്ര ഇരിപ്പുണ്ട് രാവിലെ മാക്രിയെ വിഴുങ്ങിട്ട് വന്നേക്കാ. കാലത്ത് ഈ പാട്ട് പാടാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ അസറ്റോമിലുണ്ട് ആ അല്ല അവിടെ ഓടയുടെ സൈഡിൽ മാക്രയൊക്കെ ഉണ്ട് മാക്രിയെ ചവയ്ക്കാതെ വിഴുങ്ങി. അതെ അതിന് രണ്ടെണ്ണത്തിന് എടുത്ത് വിഴുങ്ങി. തുടക്കത്തിൽ എന്തായിരുന്നു? തുടക്കത്തിൽ കന്യാകുമാരി എന്തോ ആ ഒടിയനെ ഒന്ന് നമസ്കരിച്ചു. ഒരു നല്ല അസൽ കൈയടി നമ്മുടെ ഒടിയൻ. നീയാണടാ ഒടിയൻ. ദേവി എന്തോ കന്യാകുമാരി എന്തോ നല്ല ജം 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 എന്നുണ്ടായിരുന്നു. നല്ല എന്താണ് പറയുക തുടക്കം തൊട്ട് അവസാനം വരെ പവർ പാക്ഡ് ആയിരുന്നു. അതിനൊരു നല്ല കഴിവ്. താങ്ക് യു സർ. പിന്നെ പ്രത്യേകിച്ച് ഒടിയന്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല. നീയും ഹെൽപ്പ് ചെയ്തടാ. നീയും ആ പാട്ടിലെ ഒരു ഘടകമായിട്ട് മാറി. അതിനകത്ത് ആ ഒരു എക്സ്പ്രഷനും ആ ഒരു ശബ്ദം വന്നപ്പോഴത്തേക്ക് ആ പാട്ടിന്റെ ഒരു പുഷ്ടി വന്നു. അതിന് പാട്ടിനൊരു ഒരു ഒരു ഒന്നുകൂടെ ഒരു കളർ ആ ഒരു ജങ്ക് പുങ്ക് വന്നു. പിന്നെ മോള് പാടിയതിനകത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ അങ്ങോട്ട് വിട്ടുപോയിട്ടുണ്ട്. ശ്രുതിയുടെ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് സാരമില്ല. അനുപല്ലിയുടെ ഫസ്റ്റ് ലൈൻ ഇല്ലേ, അതൊന്ന് പാടിക്കേ. നിന്മയിൽ തുമ്പാൽ തൊടാം. ഒന്നുകൂടെ പാടിക്കേ. അത് ഇനി അതിന്റെ ലാസ്റ്റ്
എന്റെ വലിയ ലാസ്റ്റ് ലൈൻ പാടി. വേനൽ കയ്യാൽ തൊട്ടാൽ പൊട്ടും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ശ്രുതി പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സ്പീഡിൽ പാടുമ്പോൾ സംഗതികളുടെ ക്ലാരിറ്റി വിട്ടുപോകരുത്. അങ്ങനെ ഒരു ചെറിയൊരു ഗുഡൻസ് ഉണ്ട്. കാരണം സംഗതി ആയിരിക്കണം, സ്പീഡും വേണം. മോള് നല്ല ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്തു, ബാക്കി ഇതെല്ലാം ഓക്കെ. പക്ഷേ ഈ സംഗതികൾ, ഇതിനിടയ്ക്ക് വരുന്ന സംഗതികൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉരുണ്ടങ്ങ് പോയി. അപ്പൊ അത് ഒന്ന് പിടിച്ചൊന്ന് നോക്കണം. കാരണം വരും. ഇപ്പൊ പാടിയപ്പോ ഒന്നല്ലോ, ആരായി പാടുന്നേ? ആരാടെ ഓടിയ? ആരാ ഇത്? ആരാ? ദേവി കന്യ കുമാരി. ദേവി കന്യ, ദേവി കന്യ ദേവിയോ കന്യ എന്തോ കുമാരിയോ? കന്യ കിമരി എന്നൊക്കെ പറയുന്നതാണ്. എന്താണെന്നുള്ള ഒരു പിടി അവന് തന്നെ പിടിയില്ല എന്താണ്. പിന്നെ വേറൊരു കാര്യം വളരെ സീരിയസ് ആയിട്ട് പറയാനുള്ള, ഇപ്പം സെമി ഫൈനലിലോട്ട് നമ്മൾ കടന്നു. ഇനി തൊട്ട് ഭയങ്കര സീരിയസ് ആയിരിക്കണം. എത്ര മാർക്കാണെന്ന് അറിയണ്ടേ? 82%. നല്ല പെർസെൻറ്റേജ് ആണ്. പക്ഷെ അത്രയും കിട്ടിയാൽ പോരാ, കുറച്ചുകൂടി വരുത്താം, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. സിംഗിങ് ലെവൽ, അത് ലെവൽ വേറെ എന്ന് പറയും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നീ വളരെ സീരിയസ് ആയിരിക്കണം കേട്ടോ. വളരെ ചിരിക്കാനൊന്നും പാടില്ല. ടെൻഷൻ ആയിക്കോണോ? കുറച്ച് ടെൻഷൻ വന്നോ? മധു എങ്ങനെങ്കിലും ടെൻസ് ആക്കുക. ഞാൻ കുറ്റം പറയട്ടെ? ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ട് നന്നായിട്ട് പാടി എനിക്ക് തോന്നണില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ഉഗ്രനായി വൈഷ്ണവിക്കുട്ടി കേട്ടോ. നല്ല ഒരു എനർജി ആയിരുന്നു. പിന്നെ ഈ ചരണത്തില് ടിക് ടിക് താളം, താളത്തിൽ നിന്ന് തെറ്റിപ്പോയി. കുറച്ച് തെറ്റിപ്പോയി എന്നല്ല, കുറച്ച് വലിഞ്ഞു പോയി. ആ ഭാഗം ഒന്ന് പാടാമോ? ചേർന്നപ്പോഴേൻ ശ്വാസക്കാറ്റിൽ കേട്ടു ടിക് ടിക് താളം, കേട്ടു ടിക് ടിക് താളം, കേട്ടു ടിക് ടിക് താളം. അത് താളത്തില് വലിഞ്ഞു പോയായിരുന്നു. പിന്നെ എല്ലാ സ്ഥലവും വളരെ നന്നായിരുന്നു, ഉഗ്രനായിരുന്നു പാടിയത് കേട്ടോ. കലക്കി എന്തായാലും. താങ്ക് യു. എല്ലാ ടൈപ്പ് പാട്ടും പാടാൻ പറ്റും എന്ന് തെളിയിച്ചു. പിന്നെ നമ്മുടെ കൗശിക് കലക്കി, ഉഗ്രൻ, വേറൊരു സംഭവമാണ്. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ് വൈഷ്ണവി. താങ്ക് യു സർ. കൗശികന്റെ വളരെ സംഭവ ബഹുലമായ ഹമ്മിങ്ങോട് തുടങ്ങിയ പാട്ട്, പിന്നെ ചിലമ്പൊലി പാട്ടാണത്. അതിങ്ങനെ ചുറ്റിയടിച്ച് ഇവിടെ മഴയൊക്കെ തുളിച്ച് മിന്നലും എരിഞ്ഞുകൊണ്ട് ഇവിടെ എത്തി. ഗംഭീരായിരുന്നു. നല്ല സൂപ്പർ പെർഫോമൻസ് ആണ്. അതാണ് പറയേണ്ടത്. സെമി ഫൈനലിന് ഇത് മതിയോ? ഇങ്ങനെ പാടിയാൽ മതിയോ? ഇങ്ങനെയൊക്കെ പാടിയാൽ മതി എന്ന് വേണ്ട. അതാണ് പറഞ്ഞത്. നമ്മൾ ഇതൊക്കെ മതി എന്ന് തോന്നരുത്. മതി എന്ന് എപ്പോൾ തോന്നുന്നോ അപ്പം നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് അവിടെ അവസാനിക്കും. അപ്പോൾ മതി എന്ന് ഒരിക്കലും തോന്നരുത്. ഓക്കെ, അങ്ങനെ മതി എന്ന് തോന്നുന്നു എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുകയും അരുത്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിൽ ആയോ? ഓക്കെ. പിന്നെ ശ്രുതി ചില സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് അവിടെ കൊള്ളാത്ത പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആ ബിഗി ബിഗി ലവ് യു അത് കുറച്ചും കൂടെ ഒരു ആറ്റിറ്റ്യൂഡിൽ, കുറച്ചും കൂടെ ഒരു ട്രെൻഡി ആയിട്ട് അത് പാടാൻ പറ്റുമോ? രണ്ടുപേരും കൂടെ ഓടിയനും കൂടിക്കോ. Biggie, 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 biggie. Love you, love you, love you, baby. How biggie, 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 biggie. Love you, love you, love you, baby. Hey, love you, baby. Love you, babies. ഇപ്പൊ നമ്മുടെ ഓടിയൻ കുട്ടന് ഒരു ചെറിയ സമ്മാനം അങ്ങോട്ട് കൊടുത്തേക്കുണ്ട് എന്റെ മെസ്സഞ്ചർ വഴി. ശ്രീ മധുബാലകൃഷ്ണൻ. എന്തിനെന്നറിയോ? ഇത്ര ഗംഭീരമായിട്ട് ഒരു മെറ്റമോഫോസിസ് എന്ന് പറഞ്ഞാൽ നീ അവിടെ നിന്ന് പാടിയ മറ്റേ ഇഞ്ചിയമ്മ ആയാലും അല്ലെങ്കിൽ ആദ്യം തുടങ്ങിയതായാലും ഒരു രക്ഷയില്ല. ഈ സമ്മാനം തന്നേ പറ്റൂ നമ്മുടെ ഈ ഒടിയൻ കുട്ടൻ. കൊടുത്തേക്കും മേഘദൂത്. അപ്പോൾ വൈഷ്ണവിക്കുട്ടി is going to be awarded a triple award today. അപ്പൊ എന്ത് പോക്കറ്റ് വേണം? ബീഗി ബീഗി പോക്കറ്റ് അടിക്കട്ടെ. ഇഞ്ചിയപ്പ പോക്കറ്റ്. അത് നല്ലായിരുന്നു. എന്തോടെ പാടിക്കൊന്ന്? Congratulations, you are awarded a triple wow. Wow. And
താങ്ക് യു ഇവർ രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു